ചാക്കോച്ചൻ വിചാരിക്കുന്ന പോലെ അത്ര വലിയൊരു ഓപ്പറേഷൻ അല്ലത്. എന്തിനാ ഡോക്ടറെ വെറുതെ കീറി മുറിക്കുന്നത്? എന്റെ രോഗം എന്താണെന്ന് എനിക്കറിയാം. ക്യാൻസർ അല്ലേ? ആശുപത്രിയിൽ കിടന്ന് മരിക്കാൻ എനിക്കിഷ്ടമല്ല. ചാക്കോച്ച, അത് മക്കൾക്ക് ചികിത്സിക്കണമെന്ന് നിർബന്ധമുണ്ടാവില്ലേ? അവർ മെഡിക്കൽ കോളേജിൽ എല്ലാ ഏർപ്പാടുകളും ചെയ്തു വെച്ചിരിക്കുകയാണ്. അവർക്ക് ധൃതിയായി അല്ലേ? ശരി, ഞാൻ പോകാം. അപ്പോൾ നാളെ കാലത്ത് പുറപ്പെടാം. അപ്പ, വക്കീൽ നമ്പീർ വന്നിരിക്കുന്നു. ഭാഗവത്രത്തിന്റെ കോപ്പിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ, എല്ലാം ഭാഗം വെച്ച് കഴിഞ്ഞല്ലേ? പിന്നെ വൈകിട്ട് രജിസ്ട്രാർ ഇങ്ങോട്ട് വരികയാണ്. അപ്പനൊന്ന് വായിച്ചു നോക്കണ്ടേ? വക്കീൽ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഈ പട്ടികയിൽ വിവരിച്ച കോഫി എസ്റ്റേറ്റും ബംഗ്ലാവും അടക്കം എന്റെ മൂന്നാമത്തെ പുത്രൻ ജെയിംസിന് അവകാശപ്പെട്ടതും മാനന്തവാടി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുകയായിരുന്നു. ആ, മനസ്സിലായി. ചാക്കോച്ചൻ ഇരിക്കൂ. എടാ, ആ കാറൊക്കെ അപ്പനിപ്പോ എങ്ങോട്ടാ? നാളെ നിങ്ങൾ എന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകല്ലേ? അതിനു മുമ്പ് എനിക്കൊന്ന് കുമ്പസാരിക്കുന്നു. കാറേച്ച് അച്ഛനെ ഇങ്ങോട്ട് വരുത്താം. ദൈവത്തിന് ഇങ്ങോട്ട് വരുത്താൻ ഒക്കില്ലല്ലോ. കുമ്പസാരിക്കാനാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിവിടെ വെച്ച് തന്നെ വേണമെന്ന് എനിക്ക് തോന്നി. പുത്തൻപുറച്ചിലെ ചാക്കോയ്ക്ക് ചാക്കോച്ചൻ മുതലാളിയാകാൻ പലരെയും ദ്രോഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മറിയേ, നിന്റെ കുടുംബത്തോടാണ് ഞാൻ ഏറ്റവും വലിയ ചതി കാണിച്ചത്. എന്നെ വിശ്വസിച്ച വൈല്യെ ഞാൻ ചതിച്ചു. ഒത്തിരി സമ്പാദിച്ചു കൂട്ടി പണം. അപ്പോ നശിച്ചത് എന്റെ മനസ്സമാധാനമായിരുന്നു. ഈ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കുന്ന നിങ്ങൾക്കുള്ള സുഖവും സന്തോഷവും എനിക്ക് കിട്ടിയില്ല. വില കൊടുത്താൽ കിട്ടാത്ത സ്നേഹം, വിശ്വാസം, കുടുംബ ബന്ധം. അന്നേ, നീയും ആ വീട്ടിൽ കിടന്ന് കുറെ വേദനിച്ചിട്ടുണ്ട്. ഒടുവിൽ നിനക്കൊരു സുഖം കിട്ടിയെന്ന് ഞാൻ കരുതി. അതിനെന്റെ മുൻ മാത്തുക്കുട്ടി, നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ എനിക്ക് കഴിയില്ല മോളെ. എന്നാലും ഈ അപ്പന്റെ കടമ ഞാൻ ചെയ്യും. മോളെ, നീ ഒരു ഗ്ലാസ് വെള്ളം എടുക്ക. മോനിവിടെ സുഖമല്ലേടാ? വല്യപ്പച്ചന്റെ സുഖേട് മാറിയോ? മാറി. മോൻ മിടുക്കനായിട്ട് പഠിക്കണം കേട്ടോ. അമ്മയോട് സ്നേഹമായിട്ടിരിക്കണം. ആ, ഞാൻ നാളെ ആശുപത്രിയിലോട്ട് പോവുക. ഒരു ഓപ്പറേഷൻ. എന്തിനാപ്പാ? ഓ, സാരമില്ല, വരട്ടെ. സ്വസ്ഥതയോടെ നീ ജീവിക്കില്ല. ഇതിന്റെ കൂലി നിനക്ക് ദൈവം തരും. കണ്ടോ, ഞാനില്ലെങ്കിൽ എന്റെ മക്കളുടെ മുന്നിൽ ഈ സ്വത്തും മുതലും നിന്റെ ജീവൻ പോലും കടപ്പെടും. എടാ ജെയിംസേ, നീ എന്നെ തോപ്പിച്ചിട്ട് അപ്പനിന്നെല്ലാം പിടിഞ്ഞെടുക്കാൻ നോക്കി. എന്നാൽ അപ്പൻ നമ്മളെ രണ്ടുപേരെയും തോപ്പിച്ചു. അപ്പൻ ഇന്നലെ രജിസ്റ്റർ ഓഫീസിൽ പോയി ഭാവപത്രം രജിസ്റ്റർ ചെയ്തു. ഈ ബംഗ്ലാവും തോട്ടമല്ല ആ ചെറുക്കനാ. ഏത് ചെറുക്കന്? ബിജുമോന്. നമുക്ക് രണ്ടുപേർക്കും പറഞ്ഞ് നക്കാപ്പിച്ചയും സന്തോഷമായില്ല. മാത്തുക്കുട്ടി ഒരു തൊമ്മാടിയായിരുന്നെങ്കിലും ഈ അപ്പനോട് അവന് സ്നേഹമായിരുന്നു. ഈ കയ്യിൽ കിടന്നാണ് അവൻ മരിച്ചത്. അവന്റെ കുഞ്ഞ് അനാഥനാവാൻ ഞാൻ സമ്മതിക്കില്ല. വർഗീസേ,
ഇതെന്റെ വിൽപത്രമാണ്. ഇത് നീ സൂക്ഷിക്കണം. ഞാനെന്തിനു സൂക്ഷിക്കണം? നീ എന്റെ മോനാടാ. അതുകൊണ്ട് ഇത്രയും കാലം അത് തുറന്നു പോകാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. എന്റെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന്റെ അന്തസ്സോർത്ത്. ഇപ്പൊ എനിക്ക് ബോധ്യമായി, നിന്റെ അന്തസ്സില്ലടാ എന്റെ മക്കൾക്കും എന്റെ കുടുംബത്തിനും. ഇവരറിയോ നിങ്ങള് നമ്മൾ ജയിലിൽ ഇറക്കി കൊണ്ടുവന്ന ഇപ്പൊ എന്റെ ആളുകളാ. ഞാൻ മരിക്കാൻ പറഞ്ഞാൽ മരിക്കും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. നിങ്ങൾ ഇവരെ കൂട്ടിക്കോളി. മോനെ എവിടേക്ക് ചിറ്റപ്പ? മോനെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? നീ ആര് ചോദിക്കാൻ? സംസാരിച്ചു കഴിഞ്ഞോ? അപ്പൊ ഞങ്ങളെ തോപ്പിച്ചെന്നായിരിക്കും പാവം. എന്നാൽ ഒന്ന് പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് എനിക്കും ജെയിംസിനും കിട്ടാൻ ന്യായമായ വിഹിതം കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? ഞാൻ ഉണ്ടാക്കിയ മുതൽ എനിക്ക് ഇഷ്ടമുള്ളവർ കൊടുക്കും. കൊടുത്തല്ലോ, അത് ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് കരുതണ്ട. 24 മണിക്കൂറിനകം അത് ഞങ്ങൾക്ക് തിരിച്ചെഴുതി തന്നില്ലെങ്കിൽ ഈ മുതൽ അനുഭവിക്കാൻ ആ ചെറുക്കനുണ്ടാവില്ല. ഓടാറി വെളിയില്. അതിനു മുമ്പ് അപ്പൻ ഒന്നുകൂടി കേട്ടു, ബിജുമോൻ ഇപ്പൊ ഞങ്ങളുടെ കയ്യിലാണ്. ഇനി അപ്പനെ ആലോചിക്കും. എടാ അലക്സേ, എന്റെ മോനെവിടെ? എന്റെ ബുദ്ധിമോനെവിടെ? എന്റെ മോനെ അവരെന്ത് ചെയ്തു? നിങ്ങളുടെ സ്വത്തം മുതൽ മോഹിച്ച് അവന്റെ അപ്പനെ അവർ കൊന്നു. എന്നിട്ടും പോരെ, ഇനി എന്റെ മോനെ കൂടി അവർക്ക് കൊല്ലാൻ കൊടുക്കണോ? അല്ലേ, എനിക്ക് നിങ്ങളുടെ സ്വത്തം മുതൽ ഒന്നും വേണ്ട. എനിക്ക് എന്റെ മോനെ തരൂ, എന്റെ മോനെ തരൂ, എനിക്ക് എന്റെ മോനെ തരൂ. ബിജുമോനെ കൊണ്ടേ ഞാൻ വരൂ. വർഗീസേട്ടാ, എന്റെ മോനെ അവര് കൊണ്ടുപോയി. എവിടെ? എനിക്കറിയില്ല. എന്റെ കുഞ്ഞിനെ രക്ഷിക്ക് വർഗീസേട്ടാ. ഇന്നുവരൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. ഇപ്പോ എന്റെ കുഞ്ഞിനെ രക്ഷിക്ക് വർഗീസേട്ടാ. ചാക്കോച്ച, അന്റെ കിണ്ടി കിടുങ്ങിയിട്ടേക്ക് അറിഞ്ഞിട്ടില്ല. അനക്കെന്തിന്റെ കേടാ? പിരാന്താ? ദാ നോക്ക്, ഈ മര്യാദയ്ക്ക് ഒപ്പിട്ട് കൊടുത്തോളാം. ഇല്ലെങ്കിൽ എന്റെ മക്കളെ തന്നെ എന്റെ മയ്യത്ത് വിട്ടെടുക്കും. എന്ത് പറയണ്?
സംഭവിച്ച എടാ കള പന്നി ഇന്ന് സഹായിക്കുമ്പോ നമ്മൾ കാണിക്കുന്ന തീക്കൊത്തിയ എടാ ചാക്കി വെള്ളം കോരി വയ്ക്കടാ തല്ലിക്കെടുത്ത് എടാ ചാക്കി എടാ കള പന്നി ഓടി വരണ്ടാ എടാ തീ പിടിച്ചിട്ടില്ലേ വേടാ ബിജുമോനോടെ മോനെ അല്ലേ ഇവൻ എന്റെ മോനാണ്